സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ. അതിനുശേഷം മോഹൻലാൽ ഏതൊക്കെ ചിത്രങ്ങളിലേക്കാണ് വരാൻ പോകുന്നത് എന്ന് പലരും അന്വേഷിക്കുമ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ദൃശ്യം 3 തന്നെയായിരിക്കും എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ദൃശ്യം 3-ാം ഭാഗത്തിലേക്ക് അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ. മലയാളികളെ ത്രില്ലർ സിനിമകളുടെ പുതിയ അനുഭവ തലത്തിലേക്ക് കൊണ്ടുപോയ ദൃശ്യം സിനിമയുടെ 3-ാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഫെബ്രുവരി 20-നാണ് മോഹൻലാൽ നടത്തിയത്. മോഹൻലാലും ജിത്തു ജോസഫും ദൃശ്യം 3-ന് വേണ്ടി ഒരുമിക്കുന്നതിന്റെ ആവശ്യത്തിലാണ് ആരാധകർ. കൊച്ചിയിൽ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനാണ് മോഹൻലാൽ ഉള്ളത്. ഓണം റിലീസായി ഒരുങ്ങുന്ന ഹൃദയപൂർവ്വത്തിന് പൂനെയിലും ചിത്രീകരണമുണ്ട്. മാളവിക മോഹനാണ് നായിക. ലാലു അലക്സ്, സംഗീത് പ്രതാപ് തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. മഹേഷ് നാരായണന്റെ ബിഗ് ബജറ്റ് ചിത്രവും മോഹൻലാലിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ചിത്രത്തിന്റെ കൊച്ചിയിലെയും ഹൈദരാബാദിലെയും ഷെഡ്യൂളുകളിൽ മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് ദൃശ്യം 3-ലേക്ക് പ്രവേശിക്കും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോറാണ് നിർമ്മാണം. ദൃശ്യം 3-ന് ശേഷം ജിത്തു മാധവൻ, അനൂപ് മേനോൻ എന്നിവരുടെ ചിത്രങ്ങളാണ് മോഹൻലാലിനെ കാത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ദൃശ്യം 3-ന് ശേഷം മിക്കവാറും അനൂപ് മേനോന്റെ ചിത്രമായിരിക്കും ആദ്യം ആരംഭിക്കുക. ഒക്ടോബറിലേക്കാണ് അനൂപ് മേനോൻ മോഹൻലാൽ ഡേറ്റ് നൽകിയിട്ടുള്ളത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് മോഹൻലാൽ ജിത്തു മാധവൻ ചിത്രം നിർമ്മിക്കുന്നത്. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ഷെഡ്യൂളുകളെ കുറിച്ച് വരുന്ന റിപ്പോർട്ടുകൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം തന്നെയാണ്. ഹൃദയപൂർവ്വത്തിൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ സത്യനന്ദിക്കാട് ഒരുക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഒരു പ്രോമിസിംഗ് കഥാപാത്രം തന്നെയായിരിക്കും മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് എന്ന് കരുതാം. തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനത്തെ കഥാപാത്രമായിരിക്കും എന്നൊക്കെ നോക്കുമ്പോൾ മോഹൻലാൽ ഒരു വ്യത്യസ്ത ലുക്കിലും വ്യത്യസ്ത സ്റ്റൈലിലുമാണ് ഈ ചിത്രത്തിൽ എത്തുന്നത്. മോഹൻലാലിനൊപ്പം മുഴുനീള കഥാപാത്രമായി എത്തുന്ന സംഗീത് പ്രതാപിനെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സംഗീത് പ്രതാപ് അതിന്റെ ത്രില്ലിലുമാണ്. മോഹൻലാലിനൊപ്പം സംസാരിച്ച് നടക്കുക എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്തുന്നുണ്ട്. നമ്മൾ കൊതിച്ച ഒരു നടൻ ഒരു ദിവസം ഫുള്ള് നമ്മളോട് സംസാരിച്ച് നടന്നാൽ എങ്ങനെയുണ്ടാകും, ആ ഒരു അനുഭവം സംഗീത് പ്രതാപ് പങ്കുവയ്ക്കുന്നു. ഒപ്പം മോഹൻലാലിനോടൊപ്പം മുഴുനീള കഥാപാത്രമായി എത്തുന്ന സംഗീത് പ്രതാപ് പ്രേമലുവിലെ അമൽ ഡേവിസ് പോലെ മോഹൻലാലിന്റെ അമൽ ഡേവിസ് ആണെന്ന് അദ്ദേഹം പറയുകയാണ്. മോഹൻലാൽ സച്ചിനാണെങ്കിൽ സംഗീത് പ്രതാപ് ഈ ചിത്രത്തിലെ അമൽ ഡേവിസ് ആണ്. ഈ കാര്യം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു. കൂടാതെ സംഗീത് പ്രതാപിന്റെ പിറന്നാൾ ആഘോഷം ആ സെറ്റിൽ നടന്നതും വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. എഡിറ്ററായി മലയാള സിനിമയിലേക്ക് വന്ന നടനാണ് സംഗീത് പ്രതാപ്. അഭിനയത്തിൽ തന്റേതായ സ്ഥാനം നേടാൻ ചുരുക്കം സിനിമകൾ കൊണ്ട് സംഗീതിന് സാധിച്ചു. പ്രേമലു എന്ന ചിത്രത്തിലെ അമൽ ഡേവിസ് സംഗീതിന് കേരളത്തിന് പുറത്തും ആരാധകരെ നേടിക്കൊടുത്തു. സാക്ഷാൽ രാജമൗലി വരെ സംഗീതിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ വർഷം പുറത്തിറങ്ങിയ റൊമാൻസിലും ഷോ സ്റ്റീലറായി തിളങ്ങിയത് സംഗീതായിരുന്നു. ഹരിഹരസുധൻ എന്ന ഹാക്കറായി തിയേറ്ററുകളെ ഇളക്കിമറിക്കാൻ സംഗീതിന് സാധിച്ചു. മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോ ഒന്നിക്കുന്ന ഹൃദയപൂർവ്വമാണ് സംഗീതിന്റെ പുതിയ ചിത്രം. ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ച് സംഗീതിന്റെ പിറന്നാൾ ആഘോഷിച്ചത് വലിയ വാർത്തയായിരുന്നു. കേക്കിന് പകരം പഴംപൊരി മുറിച്ച് സംഗീതിന് മോഹൻലാലും സത്യനന്ദിക്കാടും നൽകിയ ഫോട്ടോ വൈറലായി മാറി. അന്നത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംഗീത് ഇപ്പോൾ. കേക്ക് മുറിക്കാൻ ആദ്യം പ്ലാൻ ചെയ്തതെന്നും എന്നാൽ കേക്ക് എത്താൻ വൈകിയെന്നും സംഗീത് പറഞ്ഞു. മോഹൻലാലിനും സത്യനന്ദിക്കാടിനുമൊപ്പം ഫോട്ടോ എടുത്ത ശേഷം പോകാമെന്ന് പിന്നീട് തീരുമാനിച്ചെന്നും സംഗീത് പറയുന്നുണ്ട്. അന്ന് കേക്കൊക്കെ മുറിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞു വെച്ച കേക്ക് വരാൻ ലേറ്റായി. പിന്നീട് ഫോട്ടോ മാത്രം എടുത്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് അനൂപേട്ടനാണ് ഒരു പഴംപൊരി കൊണ്ടുവന്നത്. അതൊക്കെ വേണോ മോനെ എന്നാണ് ലാലേട്ടൻ അത് കണ്ടപ്പോൾ ചോദിച്ചത്. പിന്നീട് ലാലേട്ടനും സത്യൻ സാറും എനിക്ക് പഴംപൊരി മുറിച്ചു തന്നു. സെറ്റിലെ ഓർമ്മകൾ പൊളിയാണ്. ഉച്ചയ്ക്ക് ഫുഡിന്റെ സമയത്ത് ലാൽ സാറിന്റെ ക്യാമ്പിലിരുന്ന് സത്യൻ സാറിന്റെയും പഴയ കഥകളൊക്കെ കേൾക്കുമായിരുന്നു. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജെറി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. കൂടുതൽ കാര്യം റിവീൽ ചെയ്യാനായിട്ടില്ല. ലാലേട്ടന്റെ അമൽ ഡേവിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സംഗീത് പ്രതാപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.